എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് TCSനെ കുറിച്ചാണ്. അതായത് ടാറ്റ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഷെയറിൻ്റെ ഒരു ടെക്നിക്കൽ സ്റ്റഡിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത് TCSൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ടാണ്. അപ്പോൾ ഇൻട്രാഡേ ചാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ക്യാൻഡിൽ ഒരു ദിവസത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ഒരു ക്യാൻഡിൽ ഓരോ ദിവസത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? നമുക്കൊരു ലൈൻ വരച്ചു കൊടുത്താൽ ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക, വെറുതെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ലൈനെ കുറേ പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് നാൾ ഒരു 3-4 ദിവസമായിട്ട് ടച്ച് ചെയ്തു. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഈ ലൈൻ വരെ വന്നു. ഇവിടെ അങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കും. 1 2 3 4 ഒരു 5-6 ദിവസം ഇവിടെ അങ്ങനെ നിൽക്കുന്നു. ഇനി സപ്പോസ് ഈ ലൈൻ വരും ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷെയർ വീണ്ടും ഒരു താഴേക്ക് ഡൗൺ സൈഡ് ഫാളിലേക്കാണ് ചാൻസ് കാണുന്നത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോൾ വരച്ച ആ ലൈനിൻ്റെ താഴേക്ക് ഇത് ക്ലോസിങ് വരികയാണെങ്കിൽ വീണ്ടും ഇത് താഴേക്ക് തന്നെ പോകും. 3800 താഴെ ഇതൊരു ക്ലോസിങ്, ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ അടുത്ത ദിവസങ്ങളിൽ, അത് നാളെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ദിവസം, ചിലപ്പോൾ നാളെ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുക, അങ്ങനെ ട്രേഡ് ചെയ്ത് പോവാം. ഇതിന് താഴെ 3000 ഈ ലൈന് താഴെ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യൂ താഴേക്ക് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. പുതിയ ഇൻവെസ്റ്റേഴ്സിൽ ഇതിലൊരു ബൈ ഓപ്പർച്യൂണിറ്റി നിൽക്കേണ്ട കാര്യമില്ല. ഇത് താഴേക്കായിരിക്കും ഇതിൻ്റെ വ്യൂ. അത് വ്യൂ എത്ര വരെ താഴാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എത്ര വരെ താഴാം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു ലൈനും കൂടി നമുക്കൊന്ന് വരച്ചു വയ്ക്കാമല്ലോ. അതിൻ്റെ ഇവിടെ നമുക്ക് ഇത്ര വരെ താഴുന്നല്ലോ. ഈ ലൈൻ ഇവിടെ ഒരു വര വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു വര വരച്ചു, ഈ വര ഇങ്ങോട്ടൊന്ന് നീട്ടി വരച്ചു. കണ്ടോ? അപ്പോൾ ഈ വര ഒന്ന് പ്രത്യേകത മനസ്സിലാവും. അപ്പോൾ ഈ വര ഒന്ന് നീട്ടി ഇങ്ങോട്ട് വരയ്ക്കാം. അതായത് 3660 വരെയെങ്കിലും ബി ചിലപ്പോൾ ഇത് താഴാം എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെ ഉറപ്പായിട്ട് താഴുമെന്നില്ല. ആസ് പെർ ദ ടെക്നിക്കൽ സ്റ്റഡി വെച്ചിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കണ്ട മോർ ടൈംസ് കുറച്ച് നാൾ ഇവിടെ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ ലെവൽ വരെ ഈ TCS വന്നിട്ട് വീണ്ടും താഴ്ന്നിട്ട് വീണ്ടുമാണ് ഇവിടെ ഒന്ന് കുറച്ച് നാൾ ഇവിടെ ടച്ച് ചെയ്ത് വലിയ ക്യാൻഡിലോടുകൂടി ഇത് ചാടി ഇങ്ങോട്ട് കയറിപ്പോയത്. അതിനുശേഷം ഇത് താഴ്ന്നു. അതായത് റീടെസ്റ്റ് എന്ന് പറയുന്നത്. റീടെസ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറും. അതാണ് ഇവിടെ റീടെസ്റ്റ് എന്ന് പറയുന്നത്. റീടെസ്റ്റ് എന്ന് വെച്ചാൽ പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പ്രീവിയസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ലെവല്, നമ്മൾ ഈ വരച്ച ഈ ലെവല്, ആ ലെവൽ ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നു. വലിയ ക്യാൻഡിലോടുകൂടി വോളിയത്തോടുകൂടി കയറിയത്, അത് റീടെസ്റ്റ് വന്നു. പിന്നെ ഇവിടെ നിന്നാണ്ട് കയറി അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഈ 2 ലൈൻസ് നമ്മൾ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കുക. അതായത് 3800 താഴെയും അടുത്തത് 3660. 3800 മറ്റത് 3660 റേഞ്ചും. അപ്പോൾ ഈ 2 ലെവൽസ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് ഇവിടെ വരണമെന്നില്ല, ചിലപ്പോൾ ഇവിടെ വരെ ഉള്ളൂ, ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഒരു റബ്ബർ പന്ത് അടിച്ച പോലെ ഇത് കയറാനും സാധ്യതയുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ കറണ്ട് പൊസിഷനിൽ ഈ 3800 താഴെ ക്ലോസിങ് ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ക്ലോസിങ് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫാള് താഴേക്ക് സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകുന്ന ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴില്ല. അത് ഈ റേഞ്ച്, ഇവിടുത്തെ ഈ റേഞ്ചിന് മുകളിൽ ക്ലോസിങ് സംഭവിച്ചാൽ മാത്രമേ ഇതൊരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്ക് വകയുള്ളൂ. അല്ലെങ്കിൽ അത് ഇവിടെ അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അല്ലെങ്കിൽ ഈ റേഞ്ചിനുള്ളിലൊക്കെ അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കാനാണ് സാധ്യത കാണുന്നത്. ആസ് പെർ ദ ചാർട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത അതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു വീക്കിലി ചാർട്ട് വ്യൂവിൽ നമ്മൾ ഇൻട്രാഡേ നോക്കി കഴിഞ്ഞിട്ട് വീക്കിലിയും കൂടി നോക്കുന്നു. വീക്കിലി നമുക്ക് നോക്കിയാൽ കാണാം വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ പ്രീവിയസ് വീക്ക് വന്നത് മനസ്സിലായി. അതിനുശേഷം ഒരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞ ആഴ്ച വന്നത്. കഴിഞ്ഞ 2 ആഴ്ചയിലും ഒരാഴ്ച വലിയൊരു റെഡ് ക്യാൻഡിലും അതിനുശേഷം ഒരു ചെറിയൊരു റെഡ് ക്യാൻഡിലും വന്നിട്ടുള്ള ചാർട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഒരു ഡേഞ്ചർ ഏരിയ ആണ്. അത് നമ്മൾ നേരത്തെ നോക്കിയത്. അപ്പോൾ അതിന് താഴെ ക്ലോസ് ചെയ്യുന്നത് നമ്മൾ നോക്കുക.
ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു താഴേക്കുള്ള വ്യൂ തന്നെയായിരിക്കും നമുക്ക് ഏതിൽ വീക്കിലി ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന വസ്തുതകൾ. ഇനി നമുക്ക് മന്ത്ലിയിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇതാണ് മന്ത്ലി ചാർട്ട്. മന്ത്ലി ചാർട്ട് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കണ്ടോ, മന്ത്ലിയാണ് പറയുന്നത്. അത് 3, 4, 5, 6, 8, 9 മാസം ഇവിടെ ഈ റേഞ്ചിൽ ഹൈ കാണിച്ചിട്ട് അതൊരു കട്ട് ചെയ്ത് കയറി. പക്ഷേ കട്ട് ചെയ്ത് കയറിയെങ്കിൽ കൂടിയും അതിന് മുകളിലേക്ക് വേണ്ടത്ര കയറാനായിട്ട് സാധിച്ചില്ല. ഇവിടെ നിന്ന് സാധിച്ചില്ല മുകളിലേക്ക് പോകാനായിട്ട്. വീണ്ടും 2 മന്തിൽ നമ്മൾ നോക്കുമ്പോൾ മന്തിലിന് ഈ മാസം തീരാനായിട്ട് 2 ദിവസം ഉള്ളതുകൊണ്ട് ഈ മന്തിലും ഇതൊരു റെഡ് കാൻഡിലായിട്ട് വരാനായിട്ട് സാധ്യത. മന്തിൽ നമ്മൾ നോക്കുമ്പോൾ 2 റെഡ് കാൻഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു മന്തിൽ നമ്മൾ നോക്കുമ്പോൾ, അതായത് ലോങ് ടേമിലേക്കും നോക്കുമ്പോൾ ഇതൊരു ബെയറിഷ് വ്യൂ തന്നെയാണ് ഇതിൽ കാണുന്നത്. അതുകൂടാതെ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്കൊരു ഇൻഡിക്കേറ്ററും കൂടി ഇട്ട് നോക്കാം. നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ MACD മൂവിങ് ആവറേജ് കൺവെർജൻസ് എന്ന് പറയുന്ന നമ്മൾ ഒരു ഇൻഡിക്കേറ്ററും കൂടി നമ്മൾ ഇവിടെ ഇട്ട് നോക്കിയാൽ നമുക്കിവിടെ എന്താണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്കൊരു മൂവിങ് ആവറേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡൈവർജൻസ്, ഒരു നെഗറ്റീവ് ഡൈവർജൻസ് ആണ് ഇവിടെ കാണുന്നത്. നെഗറ്റീവ് ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ അതായത് പ്രൈസ് മൂവ് ചെയ്ത് അപ്പ് പോയി, പക്ഷേ ഇൻഡിക്കേറ്റർ മൂവ് ചെയ്ത് അപ്പ് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പിലേക്ക് പോകാനായിട്ട് അവിടെ ഒരു തടസ്സം ഉണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം കാണിക്കുന്നത്. പ്രൈസ് മുകളിലേക്ക് ഇവിടെ പോയി പ്രീവിയസ് ഹൈ കണ്ട പ്രൈസും ഇവിടെ തൊട്ടടുത്ത ഹൈ കണ്ട പ്രൈസും തമ്മിൽ മുകളിലേക്കാണ്. പക്ഷേ ഇൻഡിക്കേറ്ററിൻ്റെ ഹൈയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതും നമ്മൾ നോക്കുമ്പോൾ ഒരു ഡൗൺ സൈഡിലേക്കാണ്. നമ്മളെ മന്ത്ലി വ്യൂ കാണാം. അപ്പോൾ ഒരു ലോങ് ടേമിലേക്ക് ഇതൊരു അത്ര ഇപ്പോൾ കറൻറ്റ് പൊസിഷനിലാണ് ഞാൻ പറയുന്നത്. അത് മാറിക്കൂടാന്നില്ല. ചിലപ്പോൾ ഈ ഹൈ കട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും നല്ല ന്യൂസോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 4200 അടുത്ത് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഇത് വീണ്ടും കയറിപ്പോകും. നമ്മളിപ്പോൾ കറൻറ്റ് പൊസിഷനിൽ പറയുക, അല്ലാണ്ട് ജീവിതകാലം മുഴുവനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇനിയുള്ള ചാർട്ട് നെഗറ്റീവ് ഇടുന്നല്ല അതിൻ്റെ അർത്ഥം പറയുന്നത്. ഏകദേശം ഈ റേഞ്ചിൽ ഒരു ക്ലോസിങ് എന്തെങ്കിലും ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇവിടെ ഒരു ക്ലോസിങ് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വരികയാണ്, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ടച്ച് ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ ക്ലോസിങ് മന്തിൽ നടക്കണമെങ്കിൽ വീണ്ടും ഇത് കയറി പോകും. അതൊക്കെ സംഭവിക്കാം. പക്ഷെ ഇപ്പോൾ കറൻറ്റ് പൊസിഷനിൽ ഒരു ഡൗൺ ആണ് നമുക്ക് മന്തിലി ചാർട്ട് വെച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്ന വസ്തുത. അതുകൂടാതെ ഇതിൽ വേറെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി നോക്കാനുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ ഒരു ഇയർ ഹൈ ആണ്. ഇവിടെ വരെ ഈ പൊസിഷൻ വരെ എടുക്കുമ്പോൾ ഇതൊരു ഇയർ ഹൈ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഇയർ ഹൈ കട്ട് ചെയ്തിട്ടും ഇത് മുകളിലേക്കായിട്ട് പോകാനായിട്ട് കാര്യമില്ല. അതായത് ഇയർ ഹൈ മീൻസ് എവർ ഹൈ. എവർ ഹൈ എന്ന് വെച്ചാൽ ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിട്ടും ഇത് മുകളിലേക്കായിട്ട് പോകാൻ ഈ ഭാഗത്ത് ഇതിന് സാധിച്ചിട്ടില്ല. നമുക്ക് പ്രീവിയസ് എടുത്ത് നോക്കിയാലോ. ഈ റേഞ്ചിൽ ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു ഇവിടെ. ഹൈ റെസിസ്റ്റൻസ്. ഇവിടെ ഓൾ ടൈം ഹൈ കട്ട് ചെയ്തപ്പോൾ ഇത് വീണ്ടും മുകളിലേക്ക് പോയി. ഇനി ഇവിടെയും ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നത്. ഇവിടെ ഈ റേഞ്ച് വരെ ഓൾ ടൈം ഹൈ ആയിട്ട് സ്റ്റക്ക് ചെയ്തിട്ട് നിന്നു, ഒരു റേഞ്ചിൽ കിടന്ന് കളിച്ചു. ആ ഓൾ ടൈം ഹൈ കട്ട് ചെയ്തു, വീണ്ടും അത് മുകളിലേക്ക് പോയി. അപ്പോൾ ഏതൊക്കെ സമയത്ത് ഇത് ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇത് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് മാത്രം ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല ഇതിന്. അതാണ് ഇതിൻ്റെ ഈ സമയത്തുള്ള ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. ഓൾ ടൈം ഹൈ കട്ട് ചെയ്തു, ജസ്റ്റ് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് ഇപ്പോൾ കറൻറ്റ് പൊസിഷനിൽ TCSൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ലോങ് ടേമിലേക്കോ ഷോർട്ട് ടേമിലേക്കോ കാണുന്നില്ല. അപ്പോൾ അതാണ് TCSനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയാനുള്ള കാരണങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.